സംസാരിക്കും. ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ആങ്ങള വന്നത് നന്നായി, തിണ്ണമേലിരുന്നത് നന്നായി. നമ്മുടെ സ്വന്തം ഭ്രാന്താലയത്തിൽ ഇങ്ങനെയൊരു സെക്യുലർ കുടുംബസംഗമം, ഗംഭീരവും മനോഹരമായിട്ടുള്ള 2 പ്രസംഗങ്ങൾ ഇവിടെ നടന്നു. എന്നെ ഡേവിസ് ഏൽപ്പിച്ചിട്ടുള്ളത് സെക്യുലറിസം, ബഹുസ്വരത, മനുഷ്യാവകാശം എന്ന തൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനാണ്. എൻ്റെ വാക്കുകൾ ചെതറിപ്പോകാതെ ഇരിക്കാൻ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ചുകൊണ്ട് എൻ്റെ ശിഥിലമായ ചിന്തകൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അവതരിപ്പിക്കാം. ഇത് വാങ്ങിയിട്ടുള്ള ഏറ്റ കവി ഞാൻ അനുമോദിക്കുന്നു. വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയ ബുൾഡോസറുകൾ മണ്ണിട്ട് തോർക്കാൻ ശ്രമിക്കുന്ന ദേശീയ ഭൂതകാല ചരിത്രത്തറയിൽ ഒരു ബോധിത്തൈ നടുകയാണ് എഴുത്തുകാരൻ്റെ മുഖം മൂടിയില്ലാത്ത നമ്മുടെ ബോധിസത്വൻ E.D. ഡേവിസ്. അറിവിൻ്റെ വൃക്ഷമാണ് ബോധി എന്നാണ് പറയാറുള്ളത്. കേരള റിനൈസൻസ് സീരീസിൽ അടുത്തൊന്നും ഇങ്ങനെ വ്യത്യസ്തമായൊരു കൃതി പ്രസിദ്ധീകരിച്ചിട്ടില്ല. വായിച്ചറിയേണ്ട കൊച്ചു പഠന ഗ്രന്ഥം. മനുഷ്യമഹത്വത്തെയും മനുഷ്യ സ്വാതന്ത്ര്യത്തെയും സഹവർത്തിത്വത്തെയും ബഹുമാനിക്കുന്ന ഒരു സാമൂഹ്യഘടന ഇന്ത്യൻ ജനാധിപത്യം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മതനിരപേക്ഷതയാണ് ആ സംസ്കാരത്തിൻ്റെ ആധാരശില. ഡിസ്പോൺസിബിൾ ആയി വലിച്ചെറിയേണ്ട പാഴ്വസ്തുവല്ല ഇന്ത്യൻ പൗരത്വം. മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കണം. അതിന് അവൻ്റെ ശിരസ് ഉയർന്നേ മതിയാകൂ. ഈ ധൂമപടലത്തിന് മുകളിൽ ഞാൻ എൻ്റെ ശിരസ് ഉയർത്തുക തന്നെ ചെയ്യും എന്ന് മനുഷ്യത്വത്തിൻ്റെ ആഘോഷമായ ഈ കുടുംബ സംഗമം അധ്യക്ഷൻ മാനിഫെസ്റ്റോ എന്നാണ് പറഞ്ഞത്. കുടുംബ സംഗമം വിളംബരം ചെയ്യുകയാണ് ഈ മാനിഫെസ്റ്റോയിലൂടെ. വായനക്കാരുടെ മനസ്സിൽ നിമിഷ നേരത്തേക്കെങ്കിലും സ്വാർത്ഥതയുടേതല്ലാത്ത ചിന്തകൾ ഉളവാക്കാൻ ഇത്തരം ഗ്രന്ഥങ്ങൾക്ക് സാധിക്കും. ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ സ്വത്വവും ചരിത്ര വിശകലനവുമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് മുളച്ച മുല്ലനേഴിയുടെ 4 വരി: എനിക്ക് ഭ്രാന്താണ് ആകാശങ്ങൾ കറുത്തു നിൽക്കുമ്പോൾ, എനിക്ക് ഭ്രാന്താണ് ആചാരങ്ങൾ തടുത്തു നിൽക്കുമ്പോൾ, തലയ്ക്കുമീതെ ഒരാകാശം ഞാൻ വെളുത്തു കാണുന്നു, തടുത്തു നിൽപ്പുകളില്ലാ കാലം സ്വപ്നം കാണുന്നു. കാലത്തിൻ്റെ തോളിൽ കൈയിട്ട് മനുഷ്യ സമുദായത്തിലെ ഒരംഗം മാത്രമാണ് ഞാൻ എന്ന് അഭിമാനിച്ച പരിഷ്കർത്താവിൻ്റെ പുത്രൻ എന്ന പരിവേഷത്തിലല്ല, പരാജയപ്പെടുന്ന പേരമക്കളുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഈ ഗ്രന്ഥപ്രസാധനം ഡേവിഡ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഭദ്രമായൊരു ഹൃദയമുണ്ടേ, ശക്തമായൊരിളം പൂവിടലുമെന്ന് ഇടശ്ശേരി വാഴ്ത്തിയ മനഃശോഭയുള്ള നിർമ്മലമായ കണ്ണുകളോടെ എല്ലാം നോക്കിക്കാണുമ്പോഴുള്ള മനോഹാരിതയുള്ള ഡേവിസ് എഴുതിയ ലേഖനങ്ങളും നാടകവും കഥകളും എഡിറ്റ് ചെയ്ത പ്രബന്ധങ്ങളും വളരെ കൗതുകത്തോടെയാണ് ഞാൻ വായിക്കാറുള്ളത്. വിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് പോലെയാണ് എഴുത്ത് എന്ന് പറയാറുണ്ട്.
എഴുത്തിൻ്റെ ഔന്നത്യമായി പ്രകാശിക്കുന്ന ആന്തരിക വെളിച്ചം ഡേവിസിൻ്റെ സൗഹൃദത്തിനും സെക്യുലർ കുടുംബജീവിതത്തിനും ഉണ്ട്. സെക്യുലറിസവും ബഹുസ്വരതയും മനുഷ്യാവകാശവും ദേശീയതയും ജനാധിപത്യവുമെല്ലാം വായിച്ച് പഠിച്ചോ കേട്ടറിഞ്ഞോ ഉണ്ടാവേണ്ട ആശയങ്ങളല്ല. ഉത്കണ്ഠകളും പ്രതിസന്ധികളും പല ജീവിത സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുമ്പോൾ മുൻ തലമുറകളെ ഉൾക്കൊണ്ടും ധിക്കരിച്ചും കണ്ടും കേട്ടും കൊണ്ടും ആവിഷ്കരിച്ചും മുന്നോട്ട് പോകുന്നതിനിടയിൽ പതുക്കെ തെളിഞ്ഞു വരുന്ന വ്യക്തിത്വവും ദർശനവുമാണ്. ജീവിതം എങ്ങനെ, എന്തിന് എന്ന ഉത്കണ്ഠ ഇടുങ്ങിയ സമുദായ പരിധികളെയും കടന്ന് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന വികാരമാണ് പല പരിഷ്കർത്താക്കൾക്കും ജന്മം കൊടുത്തിട്ടുള്ളത്. ഒരു ഉദാഹരണം ഈ അരങ്ങിൽ തന്നെയുണ്ട്. നമ്മുടെ അധ്യക്ഷൻ പ്രിയ കവി പണ്ടെഴുതിയ അനുഭവം അദ്ദേഹത്തിൻ്റെ കവിത പോലെ നാം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അർബുദബാധിതൻ എന്ന സംശയത്തിൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പുള്ള പരിശോധനയ്ക്കായി റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, താങ്കളെ ആ രോഗം ബാധിച്ചിട്ടില്ല, നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി അല്ലേ? കവി പറഞ്ഞു, തീരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ ഒരു വിശ്വാസിയല്ലാത്തതിനാൽ. ഡോക്ടർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ചോദിച്ചു, താങ്കൾ തീരെ വിശ്വാസിയല്ല അല്ലേ? രോഗശമനത്തിൽ മതത്തിനും ദൈവത്തിനും ഒരു പങ്കുമില്ല, സ്വന്തം മനോബലമാണ് പ്രധാനം. യുക്തിചിന്ത ജീവിതത്തിൽ വഴികാട്ടിയായി തീരണം. അപ്പോൾ മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങൾ പലതും ഒഴിവാക്കാൻ പറ്റുമെന്ന് ഡേവിസ് ഈയിടെ ഒരു കുറിപ്പിൽ എഴുതിയതും ഞാൻ ഓർമ്മിക്കുന്നു. യുക്തിരേഖയിലാണെന്ന് തോന്നുന്നു, യുക്തിപ്രഭ എന്നുള്ള പങ്ക്തിയിൽ. തകർന്ന മനസ്സുകൾ അഭയം തേടുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ ദർശനത്തിലല്ല, പെരുകുന്ന ധ്യാനമന്ദിരങ്ങളിൽ, ആൾദൈവങ്ങളുടെ മുമ്പിൽ. അവിടെ ശാന്തമല്ല, വിശ്വസിക്കാവുന്ന സൗഹൃദവുമില്ല. കരഞ്ഞ് നശിക്കുന്നവരല്ല, പോരാടി ജയിക്കുന്നവരാണ് ഉണ്ടാവേണ്ടത്. ആര് അവനവനോട് പൊരുതുന്നു അയാൾ ജീവിക്കുന്നു എന്നാണ് പറച്ചിൽ. വിക്ടർ ഹ്യൂഗോവിനോട് കടം. ചിന്തകനും എഴുത്തുകാരനും കേരളത്തിലെ പ്രധാന റേഡിക്കൽ ഹ്യൂമനിസ്റ്റുമായിരുന്ന വന്ധ്യ സുഹൃത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു. അടുത്ത കാലത്താണ് അന്തരിച്ചത്. മനുഷ്യൻ ദാമോദരൻ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹം മാനവനിവാസ് എന്ന വീട്ടിലിരുന്ന് തൻ്റെ ലോക ജീവിത അപേക്ഷണം വെളിപ്പെടുത്തിയത് മറക്കാൻ വയ്യ. 19-ാം നൂറ്റാണ്ടിനെയും 20-ാം നൂറ്റാണ്ടിനെയും അപേക്ഷിച്ച് എന്തെല്ലാം മുന്നേറ്റങ്ങൾ അവകാശപ്പെട്ടാലും ഇൻ്റലക്ച്വൽ പോവർട്ടി, ബുദ്ധിപരമായ ദാരിദ്ര്യം വളരെ കൂടുതലാണ് കേരളത്തിൽ എന്ന്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ജീവിതം എന്ന ഹൃദയവിശാലത ചുരുങ്ങുന്നു. ലിബറൽ സാഹോദര്യം നഷ്ടപ്പെടുന്നു. തുറന്ന മനസ്സോടെ പ്രവർത്തിക്കാനും ചോദ്യം ചെയ്യാനും നല്ലതും ചീത്തതും തിരഞ്ഞെടുക്കാനും സാധിക്കാതെ വരുന്നു എന്നൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. എന്നാൽ അതുമാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കാര്യമായ പരിഭവം. മതേതരമായ സെക്യുലർ എന്ന് വ്യവഹരിക്കപ്പെടുന്ന നമ്മുടെ സമൂഹം ദേശീയതയുടെയും വർഗീയതയുടെയും മതത്തിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും പേരിൽ പരസ്പരം കലഹിക്കുന്നു. ഈ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കാനുള്ള സംരംഭം യുവതലമുറ ഏറ്റെടുക്കുന്നില്ല. സംഘടിത മതങ്ങളും അവരുടെ ചിന്താധാരകളും രാഷ്ട്രീയ ഘടനയിൽ അനാരോഗ്യമായ സ്വാധീനം ചെലുത്തുന്നു.
സ്ഥാപിത താല്പര്യം നിലനിർത്തൽ മാത്രമാണ് അധികാര സമ്പാദനത്തിൻ്റെ ലക്ഷ്യം. ഒരുതരം സാമൂഹ്യ അഹന്ത, ആ ദുസ്സാഠ്യത്തിൽ വീർപ്പുമുട്ടുകയാണ് മനുഷ്യ മഹത്വം. ഏത് രാഷ്ട്രീയ വിപ്ലവത്തിന് മുമ്പും ഉണ്ടാവേണ്ടത് സാംസ്കാരിക വിപ്ലവം. അഭ്യസ്തവിദ്യയിലുള്ള കേരളത്തിൽ പോലും അത് സംഭവിക്കുന്നില്ല. സ്വാതന്ത്ര്യത്തെ പരമമൂല്യമായി കൽപ്പിക്കുന്ന മാനവ ദർശനമാണ് വേണ്ടത് എന്ന എം.എൻ. റോയിയുടെ വാദത്തെ സമർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരത്തെക്കുറിച്ച് ബെർട്രൻഡ് റസ്സൽ രേഖപ്പെടുത്തിയ ഒരു രസികൻ കഥയും അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ കൺഫ്യൂഷ്യസും ശിഷ്യരും കൂടി ഒരു വനം മുറിച്ചു കടക്കുകയായിരുന്നു. കാട്ടുപാതയുടെ ഓരത്ത് നിന്ന് ഒരു വൃദ്ധ കരയുന്നത് അവരുടെ കണ്ണിൽപ്പെട്ടു. സഹതാപം തോന്നിയ കൺഫ്യൂഷ്യസ് അടുത്ത് ചെന്ന് കാര്യം ചോദിച്ചു. വൃദ്ധ പറഞ്ഞു, എൻ്റെ മകനെ ഒരു നരി പിടിച്ച് തിന്നു കളഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഇതേ നരി എൻ്റെ ഭർത്താവിനെയും കൊന്നു. കൺഫ്യൂഷ്യസ് ചോദിച്ചു, പിന്നെ എന്തിനാ കാട്ടിൽ താമസിക്കുന്നത്? നാട്ടിലെങ്ങാനും പോയിക്കൂടെ? വൃദ്ധയുടെ മറുപടി, കാട്ടിൽ നരിയുണ്ട് എന്നല്ലേ ഉള്ളൂ, നാട്ടിൽ ഗവൺമെൻറ് ഇല്ലേ? കാട്ടുമൃഗത്തേക്കാൾ ക്രൂരതയുണ്ട് സർക്കാരിന്. ഒരു വിവേചനമോ ദയയോ ഇല്ലാതെയാണ് അതിൻ്റെ ഹിംസ. സ്വാതന്ത്ര്യത്തെ നിഗണിച്ചും ജാതിമത മേധാവിത്വത്തെ സംരക്ഷിക്കുന്നവരല്ലേ, ആ സംരക്ഷിക്കലല്ലേ ഇന്നത്തെ അധികാരികളുടെ നിലപാട്? ഗവൺമെൻറ്റുകൾക്ക് ആരോടും ബന്ധുഭാവമില്ല. ഇന്നത്തെ ഇടം കഴിഞ്ഞിടുകിൽ ഇനിയും ജയിച്ചിടുവേൻ എന്നതാണ് എല്ലാവരുടെയും നോട്ടം. ജർമ്മൻകാരനായ സായിപ്പ് ഒരിക്കൽ സഹോദരൻ അയ്യപ്പനെ കാണാൻ വന്നു. ഇന്നലെ സഹോദരൻ്റെ സ്മരണാദിനായിരുന്നു. സായിബ് പറഞ്ഞു, ഫാസിസത്തിൻ്റെ തീച്ചൂളയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജർമ്മനി. ആ കാലത്താണ് വന്നത്. സഹോദരൻ്റെ മറുപടി, ഇന്ത്യൻ സാമൂഹ്യ നേതൃത്വത്തിലും ഫാസിസമുണ്ട്. ഫാസിസം യഹൂദരെ കൊന്നൊടുക്കുന്നത് പോലെ ഇന്ത്യയിൽ സവർണ ഹിന്ദുക്കളെ, അയിത്തജാതിക്കാരെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുന്നു. സഹോദര ഭവനത്തിൽ അബ്രഹാം ലിങ്കൻ്റെ ചിത്രമുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനടിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരടിമയാവാൻ ആഗ്രഹിക്കുന്നില്ല. ഫാസിസത്തെ നാം എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. സോഷ്യലിസ്റ്റുകാർക്ക് പോലും ഫാസിസ്റ്റായി മാറാൻ അധികം ആലോചന വേണ്ട എന്നതാണ് ഇപ്പോഴത്തെ തമാശ. ഇന്ത്യൻ മതനിരപേക്ഷതയെ വർത്തമാനകാലം ചെകുത്താനും കടലിനിടയിലേക്ക് തള്ളിയിടുന്നത് ചർച്ച ചെയ്യാനല്ല നാം ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ചതഞ്ഞമർന്നു കഴിഞ്ഞവർ പിന്തിരിഞ്ഞു നോക്കാറില്ല. തിരിഞ്ഞു നോക്കാനും സ്വയം കണ്ടെത്താനും മുന്നോട്ട് പോകാനും ഈ പുസ്തകം പ്രേരിപ്പിക്കും. നിഷ്പക്ഷമായി സഹിഷ്ണുതയോടുകൂടി നമ്മുടെ ദേശീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ഡേവിസ് സമ്മാനിക്കുന്ന സാന്ദ്രവും സുന്ദരവുമായ ഒരു ഗ്രന്ഥം അത് ഞാൻ പ്രകാശനം ചെയ്യുന്നു.